എന്താണ് പാറു നിക്കണ സ്റ്റൈലൊക്കെ? ഇന്നലെ പാറു നമുക്കിട്ടൊരു പണി തന്നേ, ഇന്ന് തിരിച്ച് ഓൾക്കും ഒരു പണിയാ. എന്ത് പറഞ്ഞിട്ടും കാര്യല്ല, അവിടെ നിക്ക്. ഒണ്ടിനെ ആര് കാട്ടിയത് കുട്ടീനെ? ഈ കരച്ചിലൊരു സങ്കടപ്പെട്ട കരച്ചിലാണ്. ഇല്ലട്ടോ, ഇപ്പൊ വിടാട്ടോ. ഇപ്പൊ വിടണോ? പൊന്നിനെ. നമ്മള് ഇന്ന് ഒരു കൂടൊക്കെ സെറ്റാക്കി. നമ്മളെ കോഴിക്കൂടിന്റെ ഒരു ഭാഗം എന്തായാലും ഇങ്ങനെ കിടക്കുന്നില്ലേ, ഒഴിഞ്ഞു കിടക്കുന്നു. നമുക്ക് ആകെ 2 കോഴിയുള്ളേ. അപ്പൊ ആ കോഴികളെ അപ്പുറത്തെ റൂമിലാണ് ഒരു രണ്ടാളും നിക്കല്. അപ്പൊ ഈ കൂട്ടിൽ എന്ത് ചെയ്ത്, ഇവിടുത്തെ 2 പട്ടിക കഷ്ണം അങ്ങോട്ട് മാറ്റിയിട്ട് ഇന്ന് സന്തോഷേട്ടൻ പോയിട്ട് നെറ്റ് വാങ്ങിക്കൊണ്ടെന്ന് അടിച്ച്. അപ്പൊ ഇന്നലെ നമ്മള് ഈ പൂച്ച കുട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുള്ളൂ നഖം. അപ്പൊ ടീറ്റി അടിച്ചിരുന്നു പോയിട്ട്. അപ്പൊ കുറെ ആള് കമന്റിൽ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങള് പറയുന്നത് നമ്മൾക്ക് കേൾക്കാതെ നിൽക്കാൻ പറ്റൂലല്ലോ. ഓ വിടണോ? എവിടേക്ക് കേറി പോണേ? അപ്പൊ രാവിലെ തന്നെ സന്തോഷേട്ടൻ പോയിട്ട് എന്ത് ചെയ്ത്, നെറ്റ് കൊടുന്ന പറഞ്ഞു ഇങ്ങോട്ട് പുറത്തേക്ക് കാണാം, നമുക്ക് അങ്ങോട്ടും കാണാലോ. ആ വിചാരിച്ചിട്ട് എന്നാ പോര് പുറത്തേക്ക്. എന്താണ്? സമാധാനായി, നേരാത്തിക്കാവും. പോയി ഇനി ഒന്ന് വൃത്തിയാക്കാണ്ട്. ഇവിടെ കൂടിന്റെ കോഴിക്കൂടല്ലേ, അത് അത്ര വൃത്തിയേ ഉണ്ടാവുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ ചപ്പിളി പുളിയായി കിടക്കുന്ന സ്ഥലല്ലേ, മഴയും കാര്യങ്ങളൊക്കെ ആവുമ്പോ. ഇനി ഒന്ന് പെയിന്റ് അടിച്ചിട്ട് ഒന്ന് സെറ്റാക്കാം. പിന്നെ പകല് രാത്രിയിൽ മാത്രം കൂട്ടിലേക്ക് ആക്കാം. പകല് ഇവിടെ എവിടെയെങ്കിലും എന്തേലും ഒരു മൂല കിട്ടിയാ മതി, ഞാൻ അവിടെ കടന്നോളും. വാതിലിക്കല് കണ്ടാ, ആ വാതിലിന്റെ ഇടയിലുണ്ട്. ഞങ്ങളാണെങ്കിലോ അറിയാതെ, ഞാനൊക്കെ നോൺ സ്റ്റോപ്പാണ്, ഒരു പോക്ക് അങ്ങോട്ട് പോകും. ആ വാതിലിന്റെ ഇടയിൽ പതിഞ്ഞ് കിടക്കണുണ്ടാവും. വാലോ കാലോ എവിടെയെങ്കിലും ഒക്കെ കുടുങ്ങും. അതാണ് ഏറ്റവും വലിയ പേടി. അപ്പൊ ഇന്ന് നമ്മളെ പാറുവിനെ കൊണ്ട് അതാട്ടെ. ഇന്നലെ ടീറ്റി അടിച്ചതിന്റെ വേദന ഒന്നും മാറിയില്ല. ഒരു ദിവസം 3 സൂചിയാണ് ഇന്നലെ അടിച്ചത്. അപ്പൊ ഒന്ന് ടീറ്റി, പിന്നെ വേറെ 2 എണ്ണം ഇതുവരെ 3 എണ്ണം 2 എണ്ണം. ഇനിയിപ്പോ നാളെ പോണം. നാളെ പോയാല് ടീറ്റി ഉണ്ടാവില്ല, വേറെ 2 എണ്ണം ഉണ്ടാവും എന്നൊക്കെ ഇപ്പൊ അടിച്ച അനുഭവം ഉള്ളവര് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളതൊക്കെ ഇനി 3 ദിവസം കൂടി ഉണ്ട്. ആ 3 ദിവസം 2 എണ്ണം വെച്ചിട്ടാണ് അടിക്കണത് എന്ന്. അങ്ങനെ ഇനി അത് അടിച്ചാല് പിന്നെ എത്രയോ വർഷത്തേക്ക് ഇനിക്ക് പൂച്ച മാന്തിയാലും കടിച്ചാലും അതും വേണ്ട, വേറെ ഇരുമ്പിന്റെ എന്തെങ്കിലും റിയാക്ഷൻ കാര്യങ്ങളൊന്നും എനിക്ക് ഏൽക്കൂല എന്നാ പറയണേ. പിന്നെ നമ്മൾക്ക് ഇന്നുണ്ടല്ലോ നമ്മളെ ഡ്രസ്സിന്റെ കുറച്ച് കാര്യങ്ങളൂടി പറയാനുണ്ട്. ഇപ്പൊ ഞങ്ങള് താൽക്കാലികമായിട്ട് ഡ്രസ്സൊന്നും കാണിക്കലില്ല, നമ്മുടെ അടുത്ത് ഇല്ലാഞ്ഞിട്ടല്ല. സംഭവം ഉണ്ട്. ഫ്രോക്ക് നൈറ്റ് തന്നെ ഞാനിപ്പോ ഇട്ടില്ലേ, ഇതാണ് കേട്ടോ. ഇത് ഇപ്പൊ കുറച്ച് ചെറിയ കൈയുള്ളതാണ്. ഇനിയുള്ളത് നമ്മുടെ അടുത്തുള്ളത് ഇത്ര 3/4 കൈയുള്ളതാണ്. അപ്പൊ അതിപ്പോ അവിടെ സ്റ്റോക്ക് അവിടെ ഉണ്ട്. പക്ഷെ നമ്മളോരോ തിരക്കും മറ്റേ വീഡിയോ എല്ലാം കൂടി ആയപ്പോ അത് കാണിക്കാനും പറയാനും ഒഴിവില്ലാതെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ വാട്സപ്പിലൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ അല്ലേ അതിന്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. 3 കഫ്താനി ഉണ്ട് കേട്ടോ. കഫ്താനി ഇതേപോലെ ഞാൻ ഇട്ട മോഡൽ ചോദിച്ചേന്ന് കുറെ ആള്. അപ്പൊ അങ്ങനെയാണ് കഫ്താനി കൊണ്ടുവന്നത്. ഇത് കാണിച്ചു തരാം. 350 രൂപേന്റെ കഫ്താനിയാണ്. ഇതുണ്ടോ, 370 ഇപ്പൊ എല്ലാത്തിനും നമ്മളൊന്ന് കുറച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചുമപ്പാണിത്. പിന്നെ ആ ചുമപ്പിന്റെ വേറെ 2 കളറാണ് കേട്ടോ. അത് ഒന്ന് മെറൂണും ഒന്ന് നേവി ബ്ലൂവും കൂടി വരുന്ന അങ്ങനെ 2 കളറ്. ഇവിടെ ഡാർപ്പായ കെട്ടിയതിന്റെ കളറിൽ ചിലപ്പോൾ ഒരു മാറ്റം വരും, എന്നാലും കാണുന്നുണ്ടെന്ന് വിചാരിക്കണേ. നീല, അതേപോലെ മെറൂണ്. ഇതാണ് കേട്ടോ ഫ്രോക്ക് നൈറ്റി. ഇതാ 3/4 കയ്യിൽ നല്ല വർക്കൊക്കെ വരുന്ന മോഡലാണ്. അപ്പോൾ നമ്മളടുത്തുള്ള എല്ലാ ഫ്രോക്ക് നൈറ്റിൻ്റെയും റേറ്റ് 300 രൂപയാണ് കേട്ടോ. ഇതാണ് ഓണം ആയിട്ട് കുറച്ച് കൊറിയറൊന്നും എടുക്കാതെ കൊറിയർ 330 ആക്കിയിരുന്നു. കൊറിയർ കൂട്ടിയിട്ട് അതിപ്പോൾ 30 കൂടാതെ വെറും 300 രൂപയ്ക്ക് ആക്കിയിട്ടാണ് നമ്മളെ ഫ്രോക്ക് നൈറ്റി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ്, ഇത്ര ഇറക്കം ഉണ്ടാവുള്ളൂ. നമ്മളെ മുട്ടിനെ കുറച്ച് താഴേക്ക് ഉണ്ടാവും, ഫുള്ളായിട്ട് ഉണ്ടാവില്ല.
കണ്ടാൽ മനസ്സിലാവുണ്ടാവും. പിന്നെ ഡബിൾ എക്സൽ സൈസ് കേട്ടോ, നമ്മൾ നൈറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കണ അത്ര സൈസിലാണ്. കോട്ടൺ ആണ്. നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ, വാട്സപ്പ് നമ്പറാണ്, കോണ്ടാക്ട് ചെയ്യാം. ഇത് നെവി ബ്ലൂ ആണ് കണ്ട. പിന്നെ അടുത്ത കളർ കാണിച്ചു തരാം. അടുത്തത് അതിൻ്റെ വേറൊരു കളറ് മെറൂണ്. ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പുള്ളിക്കും ഒക്കെ ഓരോ മാറ്റങ്ങളാണ് കേട്ടോ ഇവിടെ വരുന്നത്. കോട്ടൺ തന്നെയാണ്, സൈസും അത് തന്നെയാണ്, ഡബിൾ എക്സൽ 3/4 കയ്യുമാണ്. ഇറക്കം അതേപോലെ തന്നെ കേട്ടോ, ഫുള്ള് ഇറക്കം ഉണ്ടാവില്ല. ഇതാ കോഫി കളറാണ്. നമുക്ക് ഓരോ കളർ ചേഞ്ച് ആണ് കേട്ടോ, എല്ലാം ഫുൾ കോട്ടൺ ആണ്. റെഡിൽ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, അപ്പോൾ റെഡിൽ കുറേ ഉണ്ട് വരുന്ന കേട്ടോ. ഇത് തനി റെഡാണ് കണ്ടോ. പിന്നെ നമ്മൾക്കിതൊരു ഷേപ്പിന് എല്ലാത്തിൻ്റെ ബാക്കിലും ഇങ്ങനെ പിടിച്ച് കെട്ടാൻ കയറ് കൊടുത്തിട്ടുണ്ട്, വള്ളി. റെഡിലുള്ള തന്നെയാണ്, വേറൊരു പ്രിൻ്റാണ്. പിന്നെ ഇതിൻ്റെ കയ്യിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് വരുന്നത് കുറച്ച് അലാസ്റ്റിക് മോഡലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ പൊള്ളച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു വേറെ ഭംഗിയുണ്ട് ഇട്ടിട്ട് കാണാൻ. ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വീർത്ത് നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഇട്ട് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. ഇത് പിന്നെ ഇതാ അജ്രക്കാണ് കേട്ടോ, ഫുള്ള് എല്ലായിടത്തും ഒരേപോലത്തെ പുള്ളിയിൽ വരുന്ന അജ്രക്ക് എന്ന് പറയുന്നത് ആ മോഡല്. അജ്രക്കിൽ തന്നെ വരുന്നത് വേറൊന്നാണ്. അജ്രക്കും കുറേ ആൾക്കാർ ചോദിച്ച ഒരു ഇതായിരുന്നു കേട്ടോ. ഇതിന്റെ കൈ പറയുന്നത് ഞാൻ ഇട്ട പോലത്തെ കൈയാണ്, പഫ് കൈ കണ്ട. ഇത് അല്ല, ഇതിന്റെ അടിയത്തെ അലാസ്റ്റിക് എടുത്തിട്ടതാ ഞാൻ. എനിക്ക് ഇവിടെ അങ്ങനെ എൻ്റെ കൈയെല്ലാം വണ്ണുള്ള കാരണം ഈ അലാസ്റ്റിക് വരുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ അലാസ്റ്റിക് പറിച്ചിട്ട് മടക്കി അടിച്ചതാണ്. അപ്പോൾ ഇത്ര കൈ തന്നെ ഉണ്ടേന്നുള്ളൂ ഇതിന് കണ്ടോ. പഫ് അതുപോലെ തന്നെ പഫ് കൈയാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കളറുണ്ട് വരുന്നത് കണ്ടോ, ഒരു പ്രത്യേക ഭംഗിയുള്ള കളറാണ്. അപ്പോൾ ഞാൻ ചുമപ്പിൽ ഒരു ഗോൾഡൻ കളറും അതുപോലെ ബ്ലാക്ക് പുള്ളിയും കൂടി വരുന്നത് കേട്ടോ, മെറൂൺ കേട്ടോ. ഇതിലെല്ലാം അങ്ങനെ തന്നെയാണ്, ഗോൾഡൻ കളറും അതേപോലെ ബ്ലാക്ക് പുള്ളിയും കൂടി വരുന്നത്, ചതുരായിട്ടും റൗണ്ടായിട്ടും പൂവും മോഡൽ. പിന്നെ അതൊന്നും നിവർത്തി കാണിക്കേണ്ട കാര്യമില്ല, കാരണം ഇതുപോലൊക്കെ അതേപോലത്തെ പുള്ളി തന്നെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ നേവി ബ്ലൂ, മെറൂണ് തന്നെ കുറേ തരത്തിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളാണ് കേട്ടോ. എല്ലാ നൈറ്റിൻ്റെയും ബാക്കിൽ വള്ളി ഉണ്ട്, പിടിച്ച് ഷേപ്പാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വള്ളി പിടിച്ച് ബാക്കിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് പിടിച്ച് കെട്ടാനുള്ളൂ. പിന്നെ നമ്മളടുത്തുള്ളത് 2 ഷാൾ നൈറ്റിയാണ്. ഇത് നമ്മൾ 420 430 കൊടുത്തിരുന്നു ഷാൾ നൈറ്റി. ഇപ്പം നമ്മൾ 400 രൂപയ്ക്ക് ഷാൾ നൈറ്റി ഉണ്ട്. ഇതിൻ്റെ ഷാളാണ് കേട്ടത്. ഒന്നിൻ്റെത് ഇത്, ഒന്നിൻ്റെത് ഇത്, അങ്ങനെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളടുത്തുള്ള കളക്ഷൻ. അപ്പോൾ താല്പര്യമുള്ളവർ വേണ്ടവർ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പർ. വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. എന്നാൽ നമ്മളെ നിങ്ങൾക്ക് എത്തിച്ചു തരും, അഡ്രസ്സ് അയച്ചു തന്നാൽ. അപ്പം ഇത്രയുള്ള നമ്മളെ ഇപ്പോഴത്തെ ഫ്രോക്ക് നൈറ്റി കേട്ടോ. അപ്പം കുറേ ആൾക്കാർ ഇത് കാണുമ്പോൾ വേറെ മോഡലുണ്ടോ ചോദിക്കും. അപ്പോൾ നമ്മൾ ഓരോ പർച്ചേസിന് പോകുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന മോഡലാവില്ല കിട്ടുക, വേറെ മോഡലാവും കിട്ടുക. നമ്മൾ അന്വേഷിക്കാഞ്ഞിട്ടല്ല, ഓരോ കഴുത്തിൽ ഓരോതാ ചോദിക്കലുള്ളത്. അപ്പോൾ അറിയില്ല, നമുക്ക് കിട്ടണമല്ലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ കുറേ അന്വേഷിച്ചും തിരഞ്ഞിട്ടൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ നോക്കി എടുക്കണമുണ്ട്. ഇനി നമുക്ക് ഓണത്തിന് കുറച്ചുകൂടി നല്ലത് കിട്ടണം, കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട് ആഗ്രഹം. തീർച്ചയായിട്ടും കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾക്ക് വേണ്ട ആൾക്കാർ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വിശേഷത്തിലുള്ളൂ. നമുക്ക് ഇനി നാളെ കാണാം. ബായ്.